നമസ്കാരം. ഇന്ന് നമ്മൾ വീണ്ടും ഫോക്കസ് ഏരിയ ആയിട്ട് വന്നേക്കാണ്. നമ്മൾ 10ാം ക്ലാസ്സിലെ ഹിന്ദി 3ാമത്തെ ചാപ്റ്റർ ടൂട്ടാ പഹിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുന്നേ നമ്മൾ 1ാമത്തെ പാഠവും 2ാമത്തെ പാഠവും ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടൂട്ടാ പഹിയ എന്ന പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസൊക്കെ ഒന്ന് നോക്കാം. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. टूटा पहिया किस विधा की रचना है? उत्तर कविത. അടുത്തത് टूटा पहिया नामक कविത किसने लिखी? ആരാണ് എഴുതിയത്? ആൻസർ ധർമ്മവീർ ഭാരതിനെ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചക്രവ്യൂഹ की रचना किसने की? ചക്രവ്യൂഹ് ആരാണ് ഉണ്ടാക്കിയത്? ആരാണ് അത് രചിച്ചത്? ആൻസർ കൗരവോംനെ. കൗരവരാണ് ചക്രവ്യൂഹം ഉണ്ടാക്കിയത്. അടുത്തത് ചക്രവ്യൂഹ के अंदर घुसकर युद्ध करने वाला वीर कौन था? ചക്രവ്യൂഹത്തിനകത്ത് കടന്ന് യുദ്ധം ചെയ്ത ആ വീരനായിട്ടുള്ള ആള് ആരാണ്? ആൻസർ അഭിമന്യു. അടുത്ത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ क्या अभिमन्यु चक्रव्यूह से बाहर निकलने का युद्ध तंत्र जानता था? അതായത് അഭിമന്യുവിന് ചക്രവ്യൂഹത്തിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള യുദ്ധതന്ത്ര ആ ഒരു തന്ത്രം അറിയുമായിരുന്നു. ജാൻതാദ അറിയാമായിരുന്നു. ആൻസർ നെഹീം ഇല്ല. അഭിമന്യു ചക്രവ്യൂഹ ബാഹർ നിക്കൽനേക്ക യുദ്ധതന്ത്ര നെഹീം ജാൻതാദ ഇല്ല. അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള വഴി അറിയില്ലായിരുന്നു. അടുത്ത് ആറാമത്തെ ക്വസ്റ്റ്യൻ കൗരവ് പക്ഷിക്കെ മഹാരഥിയോംനെ ക്യാ കിയ? കൗരവ പക്ഷത്തിലെ മഹാരഥിമാർ എന്താണ് ചെയ്തത്? ആൻസർ ചക്രവ്യൂഹി രചനാക്കി. ചക്രവ്യൂഹം ഉണ്ടാക്കി. നമ്മുടെ ദ്രോണാചാര്യരാണ് അതിൻ്റെ മെയിൻ ബുദ്ധി. ദ്രോണാചാര്യരായിരുന്നു. അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ അഭിമന്യുവിനെ ക്യാ കിയ? അഭിമന്യു എന്ത് ചെയ്തു? ആൻസർ രഥക്കെ ഏക് ടൂട്ടെ ചക്രക്കോ ഉടാക്കർ യുദ്ധ കർണേ ലഗ. രഥത്തിൻ്റെ ഒരു പൊട്ടിയ ചക്രം എടുത്തിട്ട് യുദ്ധം ചെയ്തു. ഇതാണ് അഭിമന്യു അതിനകത്ത് പോയിട്ട് ചെയ്തത്. അടുത്തത് പഹിയയ്ക്ക് ക്യാ ക്യാ വിശേഷൻ ബത്തായേ ഹേ? നമ്മുടെ പഹിയ എന്ന് പറഞ്ഞാൽ ചക്രം. ചക്രത്തിൻ്റെ വിശേഷതകൾ എന്തൊക്കെയാണ്? ആൻസർ ടൂട്ടാ ഹുവ പഹിയ പൊട്ടിയ ചക്രമാണ്. പിന്നെന്താണ്? രഥക്ക പഹിയ രഥത്തിൻ്റെ ചക്രമാണ്. രഥക്ക ടൂട്ടാ ഹുവ പഹിയ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണ്. അതായത് ഇവിടെ വിശേഷൻ ഈ ചക്രത്തിൻ്റെ എന്തൊക്കെ വിശേഷണങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ പദ്യത്തിലുണ്ട് ടൂട്ടാ ഹുവ പഹിയ, രഥക്ക പഹിയ, രഥക്ക ടൂട്ടാ ഹുവ പഹിയ. അപ്പോൾ നിങ്ങൾ മാർക്ക് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. 3 മാർക്കിനൊക്കെ വരികയാണെങ്കിൽ ഇതിങ്ങനെ എഴുതണം. അടുത്തത് അഭിമന്യു കിസ്ക പ്രതീക് ഹേ? അഭിമന്യു എന്തിൻ്റെ പ്രതീകമാണ്? അപ്പോൾ ഉത്തരം ആം ജനത, ശോഷൺ കാ ശിക്കാർ, സാഹസി യുവാ പീഡി. അഭിമന്യു ഇതിൻ്റെ ഒക്കെ ഇപ്പോൾ ഈ പറഞ്ഞ 3 കാര്യത്തിൻ്റെയും പ്രതീകമാണ് അഭിമന്യു. ആം ജനത എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾ. അടുത്തത് ശോഷൺ കാ ശിക്കാർ അതായത് ചൂഷണത്തിന് അകപ്പെടുന്ന ആൾ. അതായത് ചൂഷണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവർ ചൂഷണം ചെയ്യാം, ആക്രമിക്കുക, അതിൽ അകപ്പെടുന്ന ഒരാൾ, ചൂഷണത്തിന് ഇരയായ ആൾ, അതാണ് ശോഷൺ കാ ശിക്കാർ. അടുത്തത് സാഹസി യുവ പീഡി സാഹസിയായിട്ടുള്ള പുതിയ തലമുറ. അടുത്ത 10ാമത്തത് ചക്ര കാ സമാനാർത്ഥി ശബ്ദ ക്യാ ഹേ? ആൻസർ പഹിയ. ഇപ്പോൾ ഈ 9ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ 3 ചോദിക്കാൻ കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് അഭിമന്യുവിൻ്റെ പ്രതീകം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഈ 3 ഏതെങ്കിലും ഒന്നും ഉണ്ടാവും, പിന്നെ വേറെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ 3 ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് അഭിമന്യുവിൻ്റെ പ്രതീകമാണെന്ന് എഴുതണം. അതുപോലെ ചിലപ്പോൾ മാച്ച് ചെയ്യാനൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഈ 3 അഭിമന്യുവിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ ഈ 3 നമ്മൾ പഠിച്ചു വയ്ക്കാം. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ അക്ഷയഹിണി സേനാവോം കോ ചുനൗത്തി ദേനെ വാല കോൻ ഹേ? അക്ഷയഹിണി സേനകളെ വെല്ലുവിളിച്ചത് ആരാണ്? ആൻസർ അഭിമന്യു. അടുത്തത് ദുസ്സാഹസി അഭിമന്യു ഇസ്മേ വിശേഷൻ ശബ്ദ കോൺസാ ഹേ? ആൻസർ ദുസ്സാഹസി. 13ാമത്തെ ക്വസ്റ്റ്യൻ യഹാം അഭിമന്യു കോ ദുസ്സാഹസി ക്യോം കഹാ ഹേ? ഇവിടെ അഭിമന്യുവിനെ ദുസ്സാഹസി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? ആൻസർ
ക്യോംകി ഉസ്നെ ബഡാ സാഹസ് കിയ. എന്തുകൊണ്ടെന്നാൽ അവൻ വലിയൊരു സാഹസമാണ് ചെയ്തത്, അതുകൊണ്ടാണ് ദുസ്സാഹസി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അഭിമന്യുവിനെ ഐസ ദുസ്സാഹസ് ക്യോം ദിഖായ. അഭിമന്യു എന്തിനാണ് ഇങ്ങനെ ഒരു ദുസ്സാഹസം ചെയ്തത്? ആൻസർ, ന്യായ്ക്കേ സമർത്ഥൻ കേലിയെ, ന്യായത്തിന് വേണ്ടിയിട്ടാണ്. അടുത്തത്, ദുസ്സാഹസ് ദിഖാത്തെ വക്ത് അഭിമന്യു കേലിയെ ഏകമാത്ര സഹാര ക്യാതാം. ഈ സാഹസം ചെയ്യുന്നതിന് വേണ്ടി അഭിമന്യുവിൻ്റെ പക്കൽ എന്താണ് ഹെൽപ്പിന് വന്നത്? സഹാര എന്ന് പറഞ്ഞാൽ ഹെൽപ്പ്. എന്തിനെയാണ് ആശ്രയിച്ചത്? ആൻസർ, കേവൽ ഏക്ക് ടൂട്ടാ പഹ്യ, വെറും ഒരു പൊട്ടിയ ചക്രം. 16ാമത്തെ ക്വസ്റ്റ്യൻ, യദ്യപി വഹ് രഥ് കാ ടൂട്ടാ പഹിയ ഹേ ഫിർ ഭി ഉസേ ചോടോ മത് ക്യോം. അതായത്, എന്നിരുന്നാലും അതൊരു രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണ്, എന്നാലും അതിനെ ചോടോ മത്, ഉപേക്ഷിക്കരുത്. ക്യോം, എന്തുകൊണ്ട്? ആൻസർ, ഏക് ദിൻ ടൂട്ടാ പഹിയ ന്യായ് കെ പക്ഷ് മേം ഗഡേ രഹ്നെ വാലോം കാ ആശ്രയ സഹാര ബൻ ജായേഗ. എന്താണ്? ഏക് ദിൻ, ഒരു ദിവസം, ടൂട്ടാ പഹിയ, പൊട്ടിയ ചക്രം, ന്യായ്ക്കേ പക്ഷമേം, ന്യായത്തിൻ്റെ പക്ഷത്തിൽ, ഗഡേ രഹിനെ വാലോം കാ, നിലനിൽക്കുന്നവരുടെ കൂടെ, ആശ്രയ സഹാര ബൻ ജായേഗ, ആശ്രയവും സഹായവും ആയിത്തീരും. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് കവിത കാ പ്രസംഗ് ലിഖേ. ഈ കവിതയുടെ ഓരോ പ്രസംഗങ്ങളും, അതായത് ഓരോ അവസരങ്ങളാണ് എഴുതേണ്ടത്. അതിൽ ഓരോന്നാണ്. മഹാഭാരത യുദ്ധമേ കൗരവോംനെ ചക്രവ്യൂഹ് രചാത. മഹാഭാരത യുദ്ധത്തിലെ കൗരവരാണ് ചക്രവ്യൂഹം ഉണ്ടാക്കിയത്. രണ്ടാമത്തത്, അഭിമന്യു ചക്രവ്യൂഹ് കെ അന്തർ ഘുസ് ഗയ. അഭിമന്യു ചക്രവ്യൂഹത്തിന് അകപ്പെട്ടു. അടുത്തത്, ലേക്കിൻ ബാഹർ നിക്കൽന നാ ജാൻതാത. എന്നാൽ പുറത്തേക്കിറങ്ങാൻ അറിയില്ലായിരുന്നു. കൗരവ് പക്ഷ് കെ അനേക മഹാൻ യോദ്ധാവോം നെ അഭിമന്യു പർ ഘോർ ആക്രമൺ കിയ. കൗരവ പക്ഷത്തുള്ള മഹാന്മാരായിട്ടുള്ള യോദ്ധാക്കൾ അഭിമന്യുവിനെതിരെ ഘോരമായിട്ടുള്ള ആക്രമണം നടത്തി. അഭിമന്യു അഖേല ഥാ, ഉസ്കെ സാരെ ശസ്ത്ര നഷ്ടു ഹോ ഗയേ. അഭിമന്യു ഒറ്റയ്ക്കായി, അവൻ്റെ എല്ലാ ആയുധങ്ങളും നഷ്ടപ്പെട്ടു. അന്തുമേം അഭിമന്യുവിനെ ഏക്ക് ടൂട്ടേ ചക്രക്കോ ലേക്കർ യുദ്ധ കിയ. അവസാനം അഭിമന്യു ഒരു പൊട്ടിയ ചക്രമെടുത്ത് യുദ്ധം ചെയ്തു. അപ്പോൾ ഇതാണ് ഇവിടെ ടോട്ടൽ 5 പോയിൻറ്റ്സാണ്, 5 പ്രസംഗങ്ങളാണ് ഉത്തരമായിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് മഹാഭാരത യുദ്ധമേ 6 ഉണ്ട്. ഇതിൽ ഈ കവിതക്ക പ്രസംഗലികെ, ഈ കവിതയിലുള്ള ഈ കവിതേനെ ഓരോ പ്രസംഗങ്ങളാക്കിയിട്ട്, ഓരോ ഭാഗങ്ങളാക്കിയിട്ട് എഴുതാൻ പറയുകയാണെങ്കിൽ, ഓരോ പോയിൻറ്റ്സ് ആക്കി എഴുതാൻ പറയുകയാണെങ്കിൽ, ഈ കവിതയിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഓരോ പോയിൻ്റ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത്, आज के सामाजिक परिवेश में अभिमन्यु और टूटा पहिया किसके प्रतीक हो सकते हैं. ഇന്നത്തെ സമൂഹത്തിലെ അഭിമന്യുവും ടൂട്ടാ പഹിയയും എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ആൻസർ, അഭിമന്യു. അഭിമന്യു ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത് നമ്മൾ മുന്നേ പഠിച്ചു, എന്നാലും ഒന്നും കൂടെയാണ്. അപ്പോൾ അഭിമന്യു ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത് ശോഷക സമാജ്, സമാജ് സുധാരക്, അധർമ്മ കെ വിരോധി. ഇന്നത്തെ സമൂഹത്തിൽ, ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ അഭിമന്യു പ്രതിനിധാനം ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ശോഷക സമാജ്, പിന്നെ അടുത്തത് സമാജ് സുധാരക്, സമൂഹത്തിന് വേണ്ട നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ. പിന്നെ അധർമ്മക്കെ വിരോധി, തെറ്റുകളെ വിരോധിക്കുന്നവർ. അടുത്തത് ഇനി ടൂട്ടാ പഹിയ, ശോഷകോം കെ വിരുദ്ധ ലഡ്നെ വാലെ കോയി ലഘു യാ ഉപേക്ഷിത് മാനവ്. അതായത് ആക്രമണത്തിന് വിരുദ്ധമായിട്ട് യുദ്ധം ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള, അതുപോലെ ഉപേക്ഷിക്കപ്പെട്ട പാവപ്പെട്ട ജനങ്ങൾ. അപ്പോൾ അവിടെ ലഘു മാനവ് അല്ലെങ്കിൽ ഉപേക്ഷിത് മാനവ് എന്ന് പോയിൻ്റായിട്ട് നിങ്ങൾക്ക് എഴുതാം. അടുത്തത്, ഉസ്കി സഹായത കർണേ വാല കോയി നിർഭല്ല യാ സാധാരണ വ്യക്തി. അതായത് സഹായിക്കുന്ന നിർബലരായിട്ടുള്ള സാധാരണ വ്യക്തികൾ. അടുത്തത്, നൈതിക മൂല്യ രഖ്നെ വാല മിത്ര. നൈതിക മൂല്യങ്ങളൊക്കെ ഉള്ള സുഹൃത്തുക്കൾക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടൂട്ടാ പഹിയയ്ക്ക് വരുന്നത്.
അടുത്ത ഈ കവിത കൊടുത്തിട്ടുണ്ട്. മേം രദ്ക ടൂട്ട ഹുവ പഹിയാഹും ലേക്കിൻ മുझे फेंको मत क्या जाने कब इस दुरूह चक्रव्यूह में अक्षयहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए. അപ്പോൾ 19ാമത് നമ്മുടെ ഒരു പാഠത്തിലെ കവിതയുടെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചോദ്യം ഇതാണ്, കവിതാക്കെ ഇൻ പങ്ക്തിയോം കാ ആശയം ലിഖിയേ. കവിതയുടെ ഈ വരികൾക്ക് ആശയം എഴുതുക. അപ്പോൾ ആശയം എഴുതേണ്ടതൊക്കെ നമ്മൾ നമ്മുടെ ഈ ചാനലിൽ മുന്നേ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒരു വട്ടം കൂടി നോക്കിക്കോളൂ. प्रस्तुत पंक्तियाँ आधुनिक हिंदी के मशहूर कवि श्री धर्मवीर भारती की टूटा पहिया नामक कविता से ली गई है. തന്നിട്ടുള്ള പ്രസ്തുത പങ്ക്തിയാം എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള വരികൾ, പങ്ക്തി എന്ന് പറഞ്ഞാൽ വരികൾ. ആധുനിക ഹിന്ദിക്ക് മഷ്ഹൂർ കവി, ആധുനിക ഹിന്ദിയിലെ ഫേമസ് കവി ശ്രീ ധർമ്മവീർ ഭാരതിക്ക് ടൂട്ടാ പഹിയ നാമക് കവിതാസെ ലീ ഗയി ഹെ. ധർമ്മവീർ ഭാരതിയുടെ ടൂട്ടാ പഹിയ എന്ന പേരുള്ള കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അടുത്തത്, महाभारत युद्ध के प्रसंग को आधार बनाकर लिखी गई इस प्रतीकात्मक कविता में कवि ने वर्तमान सामाजिक स्थिति पर प्रकाश डाला है. മഹാഭാരത യുദ്ധത്തിനോടനുബന്ധിച്ച് അതിനെ ആധാരമാക്കി എഴുതിയിട്ടുള്ള ഈ കവിത പ്രതീകാത്മക കവിതാമേ കവിയെ വർത്തമാൻ സാമാജിക സ്ഥിതി, നമ്മുടെ ഇന്നത്തെ സാമൂഹിക സ്ഥിതിയുമായിട്ട് ഈ കവിതേനെ ഉദ്ദേശിക്കുന്നു. അടുത്തത്, इसमें कभी हमें यह संदेश देना चाहते हैं कि इस संसार में प्रत्येक वस्तु का अपना मूल्य है. ഇതിൽ നിന്ന് നമുക്ക് ഒരു സന്ദേശം നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഈ ലോകത്ത്, ഈ സൻസാർമേ, സൻസാർ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത്, പ്രത്യേക വസ്തുക്ക അപ്പന മൂല്യം, ഓരോ വസ്തുവിനും ഓരോരോ മൂല്യമുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. കിസി ബി വസ്തുക്കോ തുച്ഛ സമജ്കർ ഉസ്കി ഉപേക്ഷ നഹീ കർണി ചാഹിയെ. ഒരു വസ്തുവിനെയും തുച്ഛമായി കണ്ട് അതിനെ ഉപേക്ഷിക്കരുത്. ഇനി അടുത്തത് പറയാണ്, ഇനി നമ്മുടെ ഈ തന്നിട്ടുള്ള വരികളുടെ അർത്ഥമാണ് പറയുന്നത്. കവി കഹത്തെ ഹേ കി ടൂട്ടാ ഹുവ पहिया भी സഹി അവസർ ആനെ പർ ഉപയോഗി ഹോ സക്താ ഹെ. കവി പറയുകയാണ്, പൊട്ടിയ ചക്രവും നമുക്ക് സഹി അവസർ, ശരിയായ ഒരു അവസരം വരികയാണെങ്കിൽ ഉപയോഗി ഹോ സക്താ ഹെ, നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നു. ഇസിലിയെ ഉസ്കി ഉപേക്ഷ നഹീ കർണി ചാഹിയെ, അതുകൊണ്ട് അതിനെ ഉപേക്ഷിക്കരുത്. ഇനി അടുത്തത്, ക്യോंकि कौरवों से रचित दुरूह चक्रव्यूह में अक्षयहिणी सेनाओं को चुनौती देता हुआ दुस्साहस के साथ अभिमन्यु आकर गिर जाएगा. എന്തുകൊണ്ടെന്നാൽ കൗരവർ ഉണ്ടാക്കിയ ചക്രവ്യൂഹത്തിലെ അക്ഷയഹിണി സേനകൾക്ക് മുന്നിൽ വെല്ലുവിളി നേരിട്ട നമ്മുടെ ദുസ്സാഹസിയായ അഭിമന്യു വന്നിട്ട് വളയം ചെയ്യപ്പെട്ടു. ഗിർ ജായേഗ എന്ന് പറഞ്ഞാൽ വളയം ചെയ്യപ്പെട്ടു. यानी जीवन की समस्याएं रूबी चक्रव्यूह में शोषण की अक्षयहिणी सेनाओं को चुनौती देता हुआ कोई शोषित मनुष्य अभिमन्यु के समान आ जाएगा तो टूटा पहिया टूटे मानवीय മൂല്യ ही उसका सहारा बन जाएगा. അതായത് ഇപ്പോൾ ഇവിടെ അഭിമന്യുവിനെ പറഞ്ഞിട്ട് പിന്നെ പറയാണ്, അതായത് നമ്മുടെ ഈ ശോഷിത മനുഷ്യവും അഭിമന്യുവിക്ക് സമാനാജായത്തോ, ഈ നമ്മുടെ ഈ ആക്രമണത്തിനിരയായ മനുഷ്യരെ അഭിമന്യുവിനെ പോലെ ഇതുപോലെ മുന്നിൽ വളയം ചെയ്യപ്പെടുകയും അപ്പോൾ അവർക്ക് പൊട്ടിയ ചക്രം പോലെ മാനവീയ മൂല്യം അവരുടെ മൂല്യമാണ് അവരെന്നെ സഹായിക്കുന്നത്. അതായത് അവർ ചെയ്ത നന്മ, അവരൊരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് അവരുടെ ആപത്ഘട്ടത്തിൽ സഹായകമാകും. യഹാം ടൂട്ടാ പഹിയ മാനവീയ മൂല്യം കാ, ഇവിടെ പൊട്ടിയ ചക്രം മനുഷ്യൻ്റെ മൂല്യത്തെയും മനുഷ്യൻ ചെയ്ത നല്ല പ്രവൃത്തിയെയും, ചക്രവ്യൂഹ് ജീവൻ കി സമസ്യാവും കാ, ചക്രവ്യൂഹ് എന്ന് പറയുന്നത് ജീവിതത്തിലെ പ്രശ്നങ്ങളെയും, ഔർ അഭിമന്യു ശോഷൺ സെ പീഡിത് ആം ജനതാക്ക പ്രതീക് ഹെ, എന്താണ് ആക്രമണത്തിനിരയായ സാധാരണ ജനങ്ങളുടെയും പ്രതീകമാണ് അഭിമന്യു. ഇനി അടുത്ത് ലാസ്റ്റ്, मानवीय मूल्यों की शक्ति व्यक्त करने वाली यह कविता हर तरह से बिल्कुल प्रासंगिक है. മാനവീയ മൂല്യങ്ങളെ ശക്തി ഇത്രയും വ്യക്തമാക്കുന്നതിൽ ഈ കവിത വളരെയധികം പ്രാസംഗികമാണ്.
അടുത്ത ക്വസ്റ്റ്യൻ അക്ഷയഹിണി സേന കെ ബാരെ മേ അബ് ക്യാ ജാൻതേ ഹെ. അക്ഷയഹിണി സേനയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയുക? ആൻസർ അക്ഷയഹിണി സേന സമ്പൂർണ്ണ ചതുരംഗി സേന, ഒരു ചതുരംഗ സേനയാണ്. ഇസ്മേം ഇനി ഇവിടെ അതിലുള്ള കാര്യങ്ങളാണ്. 1,93,050 കാവലാള്. പിന്നെ അടുത്തത് 65,610 കുതിരകൾ. അടുത്തത് 21,870 രഥങ്ങൾ, 21,870 ആനകൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ അക്ഷയഹിണി സേനയിൽ പെടുന്നത്, ചതുരംഗിണി സേനയിൽ പെടുന്ന കാര്യങ്ങൾ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക. അടുത്തത് ലൽക്കാർ അർത്ഥമേ പ്രയുക്ത ശബ്ദ കവിത സെ ഢൂണ്ട് കർ ലിഖേ. ലൽക്കാർ എന്ന അർത്ഥം കവിതയിലുള്ള ഒരു അർത്ഥമായി വരുന്നത് ഏതാണ്? ആൻസർ ചുനൗത്തി, അതായത് വെല്ലുവിളി. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ കവിതാമേം മേം കോൻ ഹേ. കവിതയിലെ ഞാൻ ആരാണ്? ആൻസർ രഥുക ടൂട്ടാ ഹുവ പഹിയ. പൊട്ടിയ ചക്രമാണ് അവിടെ. കവിതയിൽ മേം എന്ന് എപ്പോഴും പറയുന്നുണ്ടല്ലേ, മേം രഥുക ടൂട്ടാ പഹിയാഹും. അപ്പോൾ ആൻസർ രഥുക ടൂട്ടാ ഹുവ പഹിയ, അതാണ് അവിടെ മേം എന്ന് പറയുന്നത്. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ ടൂട്ടാ ഹുവ പഹിയ അപ്പനെ ആപ്കോ ക്യാ ബത്താ രഹാ ഹേ. പൊട്ടിയ ചക്രം നിങ്ങളോട് എന്താണ് പറയുന്നത്? ആൻസർ മേ രഥുക ടൂട്ടാ ഹുവ പഹിയാഹും. ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ടൂട്ടാ പഹിയ ഹംസെ ക്യാ ആഗ്രഹ കർത്താ ഹേ. ടൂട്ടാ പഹിയ നമ്മളോട് എന്ത് ആഗ്രഹമാണ് പറയുന്നത്? ആൻസർ മുജെ ഫേങ്കോ മത്. എന്നെ എറിയരുത്, എന്നെ വലിച്ചെറിയരുത് എന്ന ആഗ്രഹമാണ് പൊട്ടിയ ചക്രം നമ്മളോട് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ അഗേലി നിഹത്തി ആവാസ് കിസ്കെ ബാരേമേ കഹാ ഹേ. അതായത് ഒറ്റയ്ക്കുള്ള നിരായുധൻ്റെ ശബ്ദം എന്ന് ആരെയാണ് ഇവിടെ പറയുന്നത്? ആൻസർ അഭിമന്യു യുദ്ധക്ഷേത്രമേ ചക്രവ്യൂഹയ്ക്ക് അന്തർ അകേല പടാത. അഭിമന്യു യുദ്ധത്തിൽ ചക്രവ്യൂഹത്തിനകത്ത് ഒറ്റയ്ക്ക് പെട്ടു. ഉസ്കെ അസ്ത്ര നഷ്ടു ഹോഗയേത്. അവൻ്റെ ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അഗേലി നിഹത്തി ആവാസ് അഭിമന്യു കെ ബാരേമേ കഹാ ഹേ. അപ്പോൾ അഗേലി നിഹത്തി ആവാസ് ആരുടെയാണ്? അഭിമന്യുവിൻ്റെ. അടുത്ത ക്വസ്റ്റ്യൻ അഭിമന്യുക്ക് ചാരവും ഔർ കോൻ കോൻ ദേ. അഭിമന്യുവിൻ്റെ ചുറ്റിലും ചാരവും 4 ഭാഗത്തും ആരൊക്കെയായിരുന്നു? ആൻസർ ബഡേ ബഡേ മഹാരഥി. വലിയ വലിയ മഹാന്മാരായിരുന്നു അഭിമന്യുവിന് ചുറ്റും വളയം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ മഹാരഥിയോം ക പക്ഷ് സത്യഘാത യാ അസത്യക. മഹാരഥിമാരുടെ പക്ഷം സത്യത്തിൻ്റെതാണോ അസത്യത്തിൻ്റെതാണോ? ആൻസർ അസത്യക. അടുത്ത ക്വസ്റ്റ്യൻ സാരേ മഹാരഥിയോംനെ മിൽക്കർ ക്യാ കിയ. എല്ലാ മഹാരഥിമാരും കൂടിയിട്ട് എന്താണ് ചെയ്തത്? എല്ലാ മഹാന്മാരും കൂടി ചേർന്ന് എന്തു ചെയ്തു? ആൻസർ അകേലെ നിഹത്തി അഭിമന്യു പർ ബ്രഹ്മാസ്ത്ര സെ ആക്രമൺ കിയ അഭിമന്യുക്കു കുചൽ ദിയ. ഒറ്റയ്ക്ക് നിരായുധനായി നിൽക്കുന്ന അഭിമന്യുവിന് നേരെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ആക്രമിച്ചു. അഭിമന്യുവിനെ വലയം ചെയ്തു, അവനെ ചവിട്ടി മെതിച്ചു. കുചൽ ദിയ എന്ന് പറഞ്ഞാൽ അവനെ ചവിട്ടി മെതിച്ചു, ആക്രമിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ जब सारे महारथियों ने अकेले निहत्ते अभिमन्यु पर ब्रह्मास्त्र से आक्रमण किया तब अभिमन्यु ने क्या किया. അതായത് എല്ലാ മഹാരഥിമാരും കൂടിയിട്ട് ഒറ്റയ്ക്കുള്ള അഭിമന്യുവിന് നേരെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചപ്പോൾ അഭിമന്യു എന്താണ് ചെയ്തത്? ആൻസർ ഏക് ടൂട്ടേ പഹിയേക്കോ ഉഡാക്കർ ബ്രഹ്മാസ്ത്രം സെ ലോഹാലിയ. ഒരു പൊട്ടിയ ചക്രമെടുത്തിട്ട് ബ്രഹ്മാസ്ത്രത്തിനു നേരെ പൊരുതി. അടുത്ത ക്വസ്റ്റ്യൻ അഭിമന്യു കിസ്ക പ്രതീക് ഹേ. അഭിമന്യു എന്തിൻ്റെ പ്രതീകമാണ്? ആൻസർ അഭിമന്യു അധർമ്മ കാ ശിക്കാർ ഹേ യാ ശോഷിത് വ്യക്തി ഹേ യാ അധർമ്മ കെ വിരോധി കാ പ്രതീക് ഹേ. അടുത്ത ക്വസ്റ്റ്യൻ ടൂട്ടാ പഹിയ കിസ്ക പ്രതീക് ഹേ. പൊട്ടിയ ചക്രം എന്തിൻ്റെ പ്രതീകമാണ്? ആൻസർ ലഘു യാ ഉപേക്ഷിത് മാനവ് കാ പ്രതീക് ഹേ. അടുത്ത ക്വസ്റ്റ്യൻ മഹാരഥി കിസ്ക പ്രതീക് ഹേ. മഹാരഥന്മാർ ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ആൻസർ അധർമ്മ അസത്യ അന്യ യാ ശോഷക കാ പ്രതീക് ഹേ. അടുത്ത ക്വസ്റ്റ്യൻ ബ്രഹ്മാസ്ത്ര കിസ്ക പ്രതീക് ഹേ. ബ്രഹ്മാസ്ത്രങ്ങൾ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ആൻസർ
ब्रह्मास्त्र अधर्म या शोषक के हाथ की महाशक्ति का प्रतीक है. അധർമ്മവും എന്താണ് ബ്രഹ്മാസ്ത്ര അധർമ്മം ചെയ്യുന്ന ശോഷകവർഗത്തിൻ്റെ കയ്യിലുള്ള മഹാശക്തിയുടെ പ്രതീകമാണ് ബ്രഹ്മാസ്ത്രം. അടുത്തത് ബഡേ ബഡേ മഹാരഥിയോം നെ അകേലി നിഹത്തി ആവാസ് കോ അപ്പനെ ബ്രഹ്മാസ്ത്രം സെ കൈസെ കുചൽ ദിയ. വലിയ വലിയ മഹാന്മാരെ ഒറ്റയ്ക്ക് നിൽക്കുന്ന നിരായുധനായിട്ടുള്ള അഭിമന്യുവിൻ്റെ നേരെ എങ്ങനെയാണ് അവനെ ചവിട്ടി മതിച്ചത്? ആൻസർ നോക്കൂ. ചക്രവ്യൂഹക്ക് അന്തർ അഭിമന്യു അകേല പടാത. ചക്രവ്യൂഹത്തിനകത്ത് അഭിമന്യു ഒറ്റയ്ക്ക് അകപ്പെട്ടു. 2. ഉസ്കെ സാരെ അസ്ത്ര നഷ്ട ഹോകയത്. അവൻ്റെ എല്ലാ ആയുധങ്ങളും നഷ്ടമായി. അടുത്തത് ശത്രുപക്ഷമേ ബഡേ ബഡേ മഹാരഥീതേ. ശത്രുപക്ഷത്തിലുള്ളതൊക്കെ വലിയ വലിയ മഹാരഥികളാണ്. ഉൻകെ ഹാത്തോമേ ബ്രഹ്മാസ്ത്രതേ. അവരുടെ കയ്യിൽ ബ്രഹ്മാസ്ത്രങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഇതാണ് അതിൻ്റെ ആൻസർ. ഏതൊക്കെ രീതിയിലാണ് അഭിമന്യുവിനെ ചവിട്ടി മെതിച്ചത് എന്നും പിന്നെന്താണ് അവരുടെ കയ്യിലുള്ള മാർഗങ്ങൾ എന്താണ് എന്നൊക്കെയാണ്. അടുത്തത് ഒരെണ്ണം കൂടി ഉണ്ട്. സാരേ മഹാരഥിയോമിനെ മിൽക്കർ അഭിമന്യു പർ ആക്രമൺ കിയ. എല്ലാ മഹാരഥികളും കൂടിയിട്ട് അഭിമന്യുവിനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന അഭിമന്യുവിനെ ആക്രമിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ ടൂട്ടെ പഹിയേക്കോ ക്യോം ഫേങ്കിന നെഹീം ചാഹിയെ. പൊട്ടിയ ചക്രത്തെ വലിച്ചെറിയരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ആൻസർ किस चीज़ को फालतू समझकर फेंक देते हैं उसका कभी उपयोग करने का मौका आ सकता है. ഏതൊരു വസ്തുവിനെയും ഫാൽത്തു എന്ന് പറഞ്ഞാൽ യൂസ്ലെസ്, അതായത് വേണ്ടാത്തതായിട്ട് യൂസ്ലെസ് ആയി കണ്ട് ഒരിക്കലും എറിയരുത്. അതിന് കബി ഉപയോഗ കർണേക്ക മൗക്ക ആ സക്താഹെ. എപ്പോഴെങ്കിലും അത് ഉപയോഗമായിട്ട് നമുക്ക് വരും. മൗക്ക ആ സക്താഹെ എന്ന് പറഞ്ഞാൽ ഒരു അവസരമുണ്ടാവും. ഇസ്ലിയെ കഹാഹേക്ക് ടൂട്ടെ പഹിയേക്കോ ഫേങ്കിന നെഹിഞ്ചായി. അതുകൊണ്ടാണ് പറയുന്നത് പൊട്ടിയ ചക്രത്തെ വലിച്ചെറിയരുത് എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ കവിതാമേ കവിനെ കിസ് ശക്തി കി ഓർ സങ്കേത് കിയാ ഹെ. കവിതയിലെ കവി എന്ത് ശക്തിയെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? ആൻസർ ടൂട്ടെ പഹിയേക്കെ മാധ്യം സെ കവിനെ ഉപേക്ഷിത് ഔർ ലഘുമാനവ് കി ശക്തി കി ഔർ സങ്കേത് കിയാ ഹെ. അപ്പോൾ ഉപേക്ഷിത് ലഘുമാനവിനെയാണ് ഇവിടെ ശക്തി എന്നിവിടെ പറയുന്നത്. അടുത്തത് അപ്പനെ പക്ഷക്കോ അസത്യ ജാനത്തെ ഹുയേ ബി. ആരൊക്കെയാണ് തൻ്റെ പക്ഷം അസത്യമാണ് എന്ന് അറിയുന്നവർ? ആൻസർ ബഡേ ബഡേ മഹാരഥി അകേലി നിഹത്തി ആവാസ്കോ. അപ്പനെ ബ്രഹ്മാസ്ത്ര കുചൽ ദേന ചാഹേ തബ് മേ രഥ് കാ ടൂട്ടാ ഹുവാ പഹിയ ഉസ്കെ ഹാത്തോ മേ ബ്രഹ്മാസ്ത്രം സെ ലോഹാ ലേ സക്താ ഹൂം. അതായത് ഇങ്ങനെ ഇതെല്ലാം ഈ പങ്ക്തി ഇപ്പം തന്നിട്ടുള്ള ഈ വരികളുടെ ആശയം എഴുതാനാണ്. അപ്പോൾ അത് നോക്കാം. प्रस्तुत पंक्तियों द आधुनिक हिंदी के मशहूर कवि श्री धर्मवीर भारती जी की कविता टूटा पहिया से ली गई है. महाभारत युद्ध के प्रसंग को आधार बनाकर लिखी गई इस प्रतीकात्मक कविता में कवि ने वर्तमान सामाजिक स्थिति पर प्रकाश डाला है. इस कविता में कवि हमें यह संदेश देना चाहता है कि इस संसार में प्रत्येक वस्तु का बना मूल्य है. किसी भी वस्तु को तुच्छ समझकर उपेक्षा नहीं करनी चाहिए. अभिमन्यु ने चक्रव्यूह में अकेले ही प्रवेश किया. कौरव सेना के महारथियों ने उसे घेर कर उसके सब अस्त्र शस्त्र नष्ट कर डाले. अभिमन्यु के शत्रु पक्ष के लोग जानते थे कि न्याय अभिमन्यु के पक्ष में है. फिर भी वे उसे कुचल देने के लिए मार डालने के लिए तैयार हो गए. उस वक्त अभिमन्यु ने अपने रथ के टूटे हुए पहिए को हथियार बनाकर ब्रह्मास्त्रों से लोहा लिया था. जब सारा संसार किसी साहसी मनुष्य की आवाज़ को दबाने का प्रयास करेगा तब मैं रथ का टूटा हुआ पहिया उसके हाथों में रहकर महाशत्रुओं के ब्रह्मास्त्रों का सामना कर सकता हूँ. यहाँ महारथी शोषक वर्ग का ब्रह्मास्त्र शोषक के हाथ की മഹാശക്തി ക പ്രതീക്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഞാൻ പ്രത്യേകിച്ച് പറയാത്തത് ഇതൊക്കെ നമ്മുടെ
ഈ പാഠത്തിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുക. അത് ഇതിൻ്റെ ഫുൾ മലയാളം അതിൽ പറയുന്നുണ്ട്. അടുത്തത് മാനവീയ മൂല്യോं की शक्ति व्यक्त करने वाली एक कविता बिल्कुल प्रासंगिक है. അത് ഇത് ലാസ്റ്റ് നമ്മൾ എന്ത് പറയുമ്പോഴും ഈ കവിതയുടെ ടിപ്പണിയൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ടതാണ്. അതായത് മാനവീയ മൂല്യങ്ങളെ ഇത്രയും പ്രാസംഗികമായി പറയുന്ന കവിതകൾ, ഇത് വളരെയധികം നല്ലൊരു കവിതയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടൂട്ടാ പഹിയ കൈസി കവിത ഹേ. टूटा पहिया ഏതു തരം കവിതയാണ്? ആൻസർ टूटा पहिया प्रतीकात्मक कविता है. അടുത്തത്, कवि ने टूटे पहिए को कौन से प्रतीक के रूप में प्रस्तुत किया है. എന്തിനെ പ്രതീകമായിട്ടാണ്? ആൻസർ कवि ने टूटे पहिए को उपेक्षित लघु मानव के प्रतीक के रूप में प्रस्तुत किया है. അടുത്ത ക്വസ്റ്റ്യൻ, कविता के प्रतीकों को कवि ने कहाँ से लिया है. കവിതയിലെ പ്രതീകങ്ങളെ കവി എന്തിൽ നിന്നാണ് എടുത്തത്? ആൻസർ കവിത കെ പ്രതീകോം കോ കവിനെ മഹാഭാരത് കഥ സേ ലിയ. മഹാഭാരത കഥയിൽ നിന്നാണ് പ്രതീകങ്ങൾ എടുത്തിട്ടുള്ളത്. 40ാമത്തെ ക്വസ്റ്റ്യൻ, മഹാഭാരത് കഥ സേ ജുഡേ കോൻ കോൻ സേ ശബ്ദ് ഈസ് കവിത മേ ആയേ ഹേ. മഹാഭാരത കഥയിലുള്ള എന്തൊക്കെ കഥകളാണ്, എന്തൊക്കെ വാക്കുകളാണ് ഈ കവിതയിൽ വരുന്നത്? ആൻസർ അഭിമന്യു, ചക്രവ്യൂഹ്, മഹാരഥി, അക്ഷേഹിണി സേന, ബ്രഹ്മാസ്ത്ര. ഇതൊക്കെയാണ് മഹാഭാരത കഥയിൽ നിന്നും ഈ കവിതയിൽ വന്നിട്ടുള്ള വാക്കുകൾ. അടുത്തത്, ദുരൂഹ് ചക്രവ്യൂഹ് കിസ്കാ പ്രതീക് ഹേ. ആൻസർ ദുരൂഹ് ചക്രവ്യൂഹ് ഹമാരി ജീവൻ കി സമസ്യാവോം കാ പ്രതീക് ഹേ. അടുത്ത ക്വസ്റ്റ്യൻ, ജീവൻ കി സമസ്യായം ക്യാ ക്യാ ഹേ. എന്താണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ? ആൻസർ ഗരീബി, അസമാനത, ശോഷൺ ആദി ജീവൻ കി സമസ്യയും. ദാരിദ്ര്യം, സമത്വമില്ലായ്മ, ആക്രമണം, ശോഷൺ. അടുത്തത്, കവിത കെ ആധാർ കിസ്കാ പക്ഷ് അസത്യ കാ ഹേ. കവിതയെ ആധാരമാക്കി എന്ത് പക്ഷമാണ് അസത്യം? ഓപ്ഷൻസ് ഉണ്ട്. അഗേലി നിഹത്തി ആവാസ് കാ, ബഡേ ബഡേ മഹാരഥി കാ. അതിൻ്റെ ആൻസർ ബഡാ ബഡാ മഹാരഥിയാണ് ഇവിടെ അസത്യം. അടുത്ത ക്വസ്റ്റ്യൻ, अकेली निहत्ती आवास का प्रतीकात्मक अर्थ किसकी और सूचित करता है. ऑप्शंस ഉണ്ട്. ശോഷകോം की और ശോഷിതോം की और. ആൻസർ ശോഷിതോം की और. അതാണ് ഇവിടെ അകേലി നിഹത്തി ആവാസ് ശോഷിതോം की और. അതായത് ആക്രമിക്കപ്പെടുന്നവരാണ് ശോഷിത്. അടുത്തത്, അകേലി നിഹത്തി ആവാസ് കിസ്കി ഹോഗി. ഓപ്ഷൻസ് ഉണ്ട്. ശോഷിതോം की, ശോഷകോം की. ആൻസർ ശോഷിതോം की. അടുത്ത ക്വസ്റ്റ്യൻ, അകേലി നിഹത്തി ആവാസ് കോ ബ്രഹ്മാസ്ത്രം സെ കുചൽ ദേനെ വാല കോൻ ഹേ. ശോഷകാണോ ശോഷിതാണോ? ആൻസർ ശോഷക്. അടുത്തത്, തബ് മേ രഥ് കാ ടൂട്ടാ पहिया ब्रह्मास्त्रों से लोहा ले सकता हूँ. यहाँ लोहा लेना प्रयोग का मतलब क्या है? ऑप्शन सामना करना, पीछे जाना. ആൻസർ सामना करना. അടുത്തത്, यहाँ टूटा पहिया किसके हाथों में ब्रह्मास्त्रों से लोहा ले सकता है. ഇവിടെ പൊട്ടിയ ചക്രം ആരുടെ കയ്യിലാണ് ബ്രഹ്മാസ്ത്രത്തിന് നേരെ പൊരുതാൻ സഹായകമായത്? ആൻസർ ശോഷക് കെ. ഓപ്ഷൻസ് ആണ് ശോഷക് കെ, ശോഷിതം കെ. ആൻസർ ശോഷിത് കെ. അടുത്തത്, ബ്രഹ്മാസ്ത്ര കിസ്കെ ഹാത്തോ മെം ഹേ. ആരുടെ കയ്യിലാണ് ബ്രഹ്മാസ്ത്ര? ശോഷകോം കോ ആണോ ശോഷിതോം കെ ആണോ? ആൻസർ ശോഷകോം കോ. അടുത്തത്, ശോഷക് ക്യാ കർത്തേ ഹേ. ശോഷകര് എന്താണ് ചെയ്തത്? ആൻസർ ശക്തിശാലി ആയുധം സേ ശോഷിതോം പർ പ്രഹാർ കർത്തേ ഹേ. ശക്തിശാലിയായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ട് ശോഷിതരെ പ്രഹരിച്ചു. അടുത്തത്, तब में रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. इन पंक्तियों में चर्चित पौराणिक संदर्भ वर्तमान परिवेश में कहाँ तक प्रासंगिक है? आंसर, जब सारा संसार किसी साहसी मनुष्य की आवाज़ को दबाने का प्रयास करेगा, तब मैं रथ का टूटा हुआ पहिया उसके हाथों में रहकर शत्रुओं के ब्रह्मास्त्रों का सामना कर सकता हूँ. टूटा पहिया उपेक्षित मानव का प्रतीक है. आजकल समाज में सत्य और अन्याय का बोलबाला है. इन असत्यों और अन्यायों के खिलाफ अगर कोई लड़ेगा तो कोई लघु मानव ही उसका सहारा बनेगा. യഹി ഇൻ പങ്ക്തിയോം കി പ്രാസംഗികത. അതായത് ആ വരികളുടെ
പ്രാസംഗികതയെ കുറിച്ചിട്ടാണ് എഴുതാൻ പറഞ്ഞത് കേട്ടോ. അടുത്തത് ടൂട്ടാ पहिया अभिमन्यु के लिए कब उपयोगी सिद्ध हुआ? ആൻസർ യുദ്ധ കെ സമയ്. അടുത്ത 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അഭിമന്യു കിസ്കെ പക്ഷമേം ഥാ? അഭിമന്യു ആരുടെ പക്ഷത്താണ്? ആൻസർ ധർമ്മ ന്യായ ഔർ സത്യ കെ പക്ഷമേം. അടുത്ത ക്വസ്റ്റ്യൻ ഇതിഹാസോं की सामूहिक गति सहसा झूठी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले? इन पंक्तियों से कवि क्या बताना चाहते हैं? आंसर कवि कहते हैं कि पहिया यदि टूटा है तो भी उसे मत फेंको. यह संसार एक दुरूह चक्रव्यूह है. बड़े बड़े महारथी असत्यों और अन्यायों की अक्षयहिणी सेनाओं को गड़ा करेगा. उन महारथियों के कारण इतिहास की गति सहसा झूठी पड़ जाती है. तो सच्चाई को टूटे पहिए का सहारा लेना पड़ेगा. इसलिए टूटे पहिए की उपेक्षा नहीं करनी चाहिए. अर्थ टूटे पहिए से कवि क्या आशा करते हैं? आजकल समाज में असत्य और अन्याय का बोलबाला है. इन असत्यों और अन्यायों को खिलाफ अगर कोई लड़ेगा तो कोई टूटा पहिया यानी लघु मानव ही उसका सहारा बने. यही कवि की आशा है. ഇതാണ് കവിയുടെ ആശ. അടുത്തത് ഇതിഹാസ് മാനെ ക്യാ ഹെ? ഇതിഹാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ ബീത്തെ ഹുയെ സമയ കോയി ഇതിഹാസ് കത്തെ. കഴിഞ്ഞു പോയതിനെയൊക്കെ ഇതിഹാസ് എന്നാണ് പറയുന്നത്, അതായത് ചരിത്രം, ഹിസ്റ്ററി. അടുത്ത ക്വസ്റ്റ്യൻ ഇതിഹാസ് കിസ്കാ ഹോത്താ ഹെ? ഇതിഹാസ് ഹിസ്റ്ററി ആരുടെയാണ് ഉണ്ടാവുന്നത്? ആൻസർ ഇതിഹാസ് സൻസാർ ഔർ ഉസ്കെ സദസ്യ കാ ഹോത്താ ഹെ. ലോകത്തിനും അവിടെയുള്ള ഓരോ ആളുകൾക്കും ഇതിഹാസ് ഉണ്ട്. ഇതിഹാസ് കോൺ ബനാത്തേ ഹെ? ആരാണ് ഇതിഹാസം ഉണ്ടാക്കുന്നത്? ആൻസർ ഇതിഹാസ് മാനവ് ദ്വാര ബനായ ജാത്ത ഹെ. ഇതിഹാസ് മനുഷ്യരാണ് ഉണ്ടാക്കുന്നത്. അടുത്ത് കവിനെ കോയി ദുസ്സാഹസി അഭിമന്യു ക്യോം കഹാ ഹെ? കവി എന്തിനാണ് ദുസ്സാഹസി അഭിമന്യു എന്ന് പറഞ്ഞത്? आंसर अभिमन्यु जैसे अधर्म से लड़ने वाले बहुत अधिक लोग हमारे समाज में है. कवि ने यह उनके बारे में कहा. അതായത് അഭിമന്യുവിനെ പോലെ അധർമ്മത്തിനോട് യുദ്ധം ചെയ്യുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അഭിമന്യുവിനെ കുറിച്ച്, അതായത് അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഇവിടെ പറയാൻ കാരണം. അടുത്തത് सच्चाई टूटे हुए पहियों का आश्रय ले. यहाँ टूटे हुए पहियों का प्रयोग क्यों किया है? आंसर इस कविता में टूटा पहिया खोए हुए मानव मूल्य की सूचना देता है. ഈ കവിതയിലെ പൊട്ടിയ ചക്രം കഴിഞ്ഞുപോയ മനുഷ്യൻ്റെ മൂല്യങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തത് ടൂട്ടാ पहिया കവിത की ആസ്വാദൻ ടിപ്പണി തയ്യാർ കരി. ടൂട്ടാ पहिया എന്ന കവിതയുടെ ആസ്വാദന ടിപ്പണിയാണ്. അത് നമ്മൾ ഇതിന് മുന്നേ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് നിങ്ങളിതൊന്ന് നോട്ട് ചെയ്തോളൂ. ഇനി 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആസ്വാദനക്കുറിപ്പും നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. ഈ പാഠത്തിൻ്റെ തന്നെ ആക്ടിവിറ്റിയുടെ വീഡിയോ ആണ്, അത് നോക്കുക. അടുത്തത് टूटा पहिया पाठ के आधार पर बताइए प्रत्येक शब्द किसका प्रतीक हो सकता है? ഒന്ന് ടൂട്ടാ पहिया, അഭിമന്യു, മഹാരഥി, ചക്രവ്യൂഹ്, ബ്രഹ്മാസ്ത്ര. ഇതൊക്കെ എന്തിൻ്റെയാണ് പ്രതീകങ്ങൾ എന്നാണ് പറയേണ്ടത്. ഉത്തരം ടൂട്ടാ पहिया മാനവ മൂല്യ ലഘു മാനവ്. അഭിമന്യു ആം ജനത समाज के कमजोर आत्मिक. महारथी शोषक वर्ग या शासक वर्ग. चक्रव्यूह शोषक वर्ग का अधिकार. ബ്രഹ്മാസ്ത്ര ശോഷൻ. അപ്പോൾ എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് സ്പീഡിൽ പോയതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ അത്രയും ടൈം കൂടും, അതുകൊണ്ടാണ്. ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചോളൂ. പിന്നെ ഇനി അടുത്ത പാഠം, അതായത് നമ്മുടെ അയാം കലാം കെ ബഹാനെ, പിന്നെ സബ്സെ ബഡാ ഷോമൻ, ഈ രണ്ട് പാഠത്തിൻ്റെയും കൂടി ഫോക്കസ് ഏരിയയാണ് ഇനി ഇടാനുള്ളത്. അതും വൈകാതെ തന്നെ ഇടുന്നതായിരിക്കും. അതുപോലെ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.